നമസ്കാരം. കേരളത്തിലെ രണ്ട് സ്വയം പ്രഖ്യാപിത മതേതരരുണ്ട്. മീഡിയ വണ്ണിലെ ദാവൂദും അജിംസും. അവരാണ് ഈ നാട്ടിൽ ആരാണ് മതേതരർ, ആരാണ് സംഘികൾ എന്ന ചാപ്പ കുത്താനും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ നടക്കുന്നത്. കാര്യം നമ്മുടെ നാട്ടിലെ കുറേ സംഘികളില്ലേ, കുറേ പേരെ സുഡാപ്പി ചാപ്പ കുത്താൻ നടപ്പുണ്ടല്ലോ. ആരെങ്കിലും മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഉടനടി അവ സുഡാപ്പിയാണെന്ന രീതിയിൽ ചാപ്പ കുത്താൻ നടക്കുന്ന ഈ സംഘികളെ പോലെ തന്നെ ഈ നാട്ടിലെ സ്വയം പ്രഖ്യാപിത മതേതരന്മാരായിരുന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആര്? ഈ താലിബാനിസ്റ്റുകൾ അല്ലെങ്കിൽ മനുഷ്യ ബോംബുകളായിട്ടുള്ളവരെല്ലാം മഹാന്മാരാണെന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രണ്ട് തീവ്ര നിലപാടുകാർ. കേരളം ഏറ്റവും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട, കേരളം ഏറ്റവും കൂടുതൽ വെറുക്കേണ്ട സംഘികളെപ്പോലെ തന്നെ മുസ്ലിങ്ങളെ വഴിതെറ്റിച്ച് നടത്തുന്ന രണ്ട് തീവ്ര നിലപാടുകാർ. കേരളത്തിൻ്റെ മുസ്ലിം മതങ്ങളെ സംഘികൾ കൊറ്റുകൊടുക്കുന്ന രണ്ട് മുസംഘികൾ. സ്വയം പറയുകയാണ് ഞാനാണ് മതേതരം, ഞാൻ പറയുന്നതാണ് മതേതരത്വത്തിൻ്റെ യഥാർത്ഥ നരേഷൻ. എന്നിട്ട് എവിടെയൊക്കെയാണ് ഇവർ മതേതരത്വം കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇവർ ഭരിക്കുന്ന നാട് താലിബാനിലൊക്കെ എന്തൊരു മതേതരത്വമാണ്. ഇതുപോലുള്ള ഈ തീവ്ര നിലപാടുകാർ, അതായത് ഏതൊക്കെ നാട്ടിൽ മതസൗഹാർദ്ദമായിട്ട് നടക്കുന്നു അവിടെ പോയി മനുഷ്യരെ തമ്മിത്തല്ലിപ്പിക്കാനും മറ്റൊരു വർഗീയതയെ വളർത്താൻ വേണ്ടി മതത്തിന്റെ ചട്ടക്കൂടിനടുത്തിരുന്ന് പ്രവർത്തിക്കുന്ന ഇവനൊക്കെ കേരളത്തിൽ വന്നിട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കയറി കടന്നുകൂടിയിരിക്കുന്ന തീവ്ര വിഷങ്ങളാണ്. ഇവനെയൊക്കെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചില്ലെങ്കിൽ പാവപ്പെട്ട മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരെ വേട്ടയാടാൻ വേണ്ടി സംഘപരിവാറുകാർക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന്റെ പ്രധാന കണ്ണി ആരെന്ന് ചോദിച്ചാൽ അജിംസും മീഡിയ വണ്ണിലെ ദാവൂദുമാണ്. ഒരു സംശയവും വേണ്ട. എവിടെയൊക്കെ സംഘപരിവാറുകാർ പ്രതിരോധത്തിലാകുന്നു അവർക്ക് ഈ നാട്ടിൽ തിരിച്ചു കയറി വരാനുള്ള പിടിവള്ളി എല്ലാ സന്ദർഭത്തിലും ഇട്ടുകൊടുത്തിട്ടുള്ളത് ആരാണ്? ഈ നാട്ടിലെ ഇവനെപ്പോലുള്ള വർഗീയവാദികൾ നിലനിൽക്കുന്ന ആ സംഘടന, മൗദൂദി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി സംഘടനയാണ്. നിങ്ങൾക്ക് പലസ്തീൻ ഇസ്രായേൽ വിഷയം നിലനിന്ന സമയത്ത് കേരളത്തിന്റെ മനസാക്ഷി ആരോടൊപ്പമായിരുന്നു? പലസ്തീനോടൊപ്പമായിരുന്നു. ഭരണകൂടവും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനവും രാഷ്ട്രീയവുമെല്ലാം. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും കണ്ണൂരിലെ ചില ഇടങ്ങളിൽ ഇവന്റെയൊക്കെ മത അടിമകൾ പൊതു ഇടങ്ങളിൽ പോയി കാട്ടിയ ചില തോന്നിവാസങ്ങളുണ്ട്. അതിന്റെ ദൃശ്യമെടുത്ത് പ്രചരിപ്പിച്ച സന്ദർഭങ്ങളിൽ പലസ്തീന് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ നാട്ടിൽ താമസിക്കുന്ന സംഘി വർഗീയതയ്ക്ക് ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ തീവ്രവാദം വളരുന്നു എന്നുള്ള നിലയ്ക്ക്. മറ്റൊരു രാജ്യത്ത് നടത്തുന്നതിൽ പ്രതിഷേധിക്കേണ്ടതല്ല, ഈ നാടിനോടൊപ്പം നിന്ന് പ്രതിഷേധിക്കാൻ തയ്യാറാകാതെ സ്വന്തം നിലയ്ക്ക് ഇവരുടെ മതത്തിനകത്തേക്ക് കടന്നു കയറാൻ വേണ്ടി ഇവരാണ് പ്രത്യേക മതസ്നേഹികൾ, മുസ്ലിം സ്നേഹികൾ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഈ നാട്ടിലെ ഏറ്റവും നല്ല മതേതരരായിട്ടുള്ള മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടി അവസരമുണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാമോ? ഈ നാട്ടിൽ ഒരു പാലത്തായി കേസിൽ അതിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടച്ചു കഴിഞ്ഞു. ഇപ്പോഴും പാലത്തായി കേസിൽ ഒരിടത്ത് സംഘികൾ പ്രതിയെ ന്യായീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. അപ്പോഴാണ് മറുസൈഡിൽ ഇടതുപക്ഷത്തിലുള്ളവർക്ക് സംഘി ചാപ്പ കുത്താനാണ് ഈ പറയുന്ന മൗദൂദികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഷമീർ ടി പി എന്ന വ്യക്തി എഴുതിയൊരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്, ഈ നാട് കേൾക്കേണ്ടതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ RSSകാരുടെ കൊലക്കത്തിയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഹരീന്ദ്രൻ എന്നൊരു സഖാവുണ്ട്. ആ സഖാവിനെയും ആരാക്കി മാറ്റിയിരിക്കുകയാണ്? സംഘിയാക്കി മാറ്റിയിരിക്കുകയാണ്. യവന്മാരെ വിമർശിക്കുന്ന ഞാനും ആരാണ്? സംഘികളാണ്. നീ സംഘിയായിട്ട് കണ്ടാൽ മതിയടാ. നിന്റെ സംഘി സർട്ടിഫിക്കറ്റ് ആണ് എൻ്റെ മതേതരത്വത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഷമീർ ടി പി എന്നുള്ള വ്യക്തി, അദ്ദേഹം അത്യാവശ്യം നല്ലൊരു മുസൽമാനാണ്, വിശ്വാസിയാണ്, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി എഴുതിയ ആ ഫേസ്ബുക്ക് കുറിപ്പ് കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ദേ ഇങ്ങനെയാണ്: കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന വാർത്തകളിൽ ഒന്ന് മത അധ്യാപകർ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു എന്ന വാർത്തയായിരിക്കും. സമാനമായി തന്നെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളും പ്രവർത്തകരുമൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച വാർത്തകൾ നമുക്ക് മുന്നിൽ നിരവധിയുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാൻ മീഡിയ വണ്ണോ മാധ്യമം പത്രമോ തയ്യാറായിട്ടില്ല. പാലത്തായി വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളും തുനിഞ്ഞത് പ്രതിസ്ഥാനത്ത് RSS ആയതുകൊണ്ടും പ്രതി ഹിന്ദു ആയതുകൊണ്ടും മാത്രമാണ്. ഒരു കുഞ്ഞിനെ മനുഷ്യരൂപം പൂണ്ട ഒരു മൃഗം ആക്രമിച്ചു എന്നല്ല അവരതിനെ കാണുന്നത്, ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ ആക്രമിച്ചു എന്ന നിലയ്ക്കാണ്. സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാൻ, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി മനുഷ്യരെ മതങ്ങളുടെ കള്ളികളിൽ തളച്ചിടുകയാണ്. ഈ വസ്തുതകളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ച സഖാവ് ഹരീന്ദ്രൻ വർഗീയവാദിയും സംഘപരിവാറുമാണത്രേ. ആരാണ് സഖാവ് ഹരീന്ദ്രൻ? സംഘപരിവാർ വെട്ടിക്കീറാൻ പലതവണ തുനിഞ്ഞ് പരാജയപ്പെട്ട സഖാവ്. ഇപ്പോഴും കണ്ണൂരിലെ RSS ഹിറ്റ് ലിസ്റ്റിൽ ആദ്യ 10 പേരുകളിൽ ഉൾപ്പെടുന്ന സഖാവ്. ഹരിയേട്ടൻ സംഖ്യയാണെങ്കിൽ ഞാനും സംഖ്യയാണ്.
കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി നിങ്ങളുടെ സംഘപരിവാർ ലിസ്റ്റിൽ എൻ്റെ പേര് കൂടി ഹരിയേട്ടനോടൊപ്പം ചേർക്കണം, എനിക്കത് അഭിമാനമാണ്. TP ഷമീറിൻ്റെ പോസ്റ്റ്, അതിൻ്റെ എൻഡിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് TP മുഹമ്മദ് മകൻ TP ഷമീർ എന്നാണ്. അതായത് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവനെയൊക്കെ ഏത് RSS ആണ് വകവയ്ക്കുന്നത്? ആരെ? ഈ മൗദൂദിയായിട്ടുള്ള ദാവൂദിനെയും അജിംസിനെയും. അവരെയൊക്കെ സംഘപരിവാർ ഇഷ്ടപ്പെടുകയാണ്. അവൻ്റെ ചാനലുകളാണ് ഈ നാട്ടിൽ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് RSSകാർക്ക് മുസ്ലിം വിരോധം വളർത്താനുള്ള എല്ലാ എലമെന്റും കിട്ടുന്നത്. ഇവനെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഴി സ്വയം തോണ്ടുകയാണ്. ഇവരെ പോലുള്ളവർ വാ തുറന്നാൽ വർഗീയതയല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം പറയുമോ? ഇവരുടെയൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. എവിടെ പോയാലും അത് മതരാഷ്ട്രമാക്കണം. ആ മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള അടിമകളെ ഈ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മുസ്ലിം മതവിഭാഗങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിൽ അവർ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുന്ന രണ്ട് പേരാലാണ്. ഒന്ന് സംഘികളാലും ഒന്ന് ഈ മതത്തിനകത്തുള്ള ഇതുപോലുള്ള അടിമകളാലും. ഇവരെ നിങ്ങൾ മാറ്റി നിർത്താൻ തയ്യാറാകണം. ഇവരെ പോലുള്ളവർ പറയുന്ന ആശയങ്ങൾ ഏതൊരു മതേതര നാടിനും അപകടമാണ്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. മീഡിയ വൺ മാധ്യമം പോലുള്ള പത്രങ്ങൾ അവർ ഒരിക്കലും മുസ്ലിം മതത്തിൻ്റെ ഉന്നമനത്തിനോ അവർക്ക് നീതി നിഷേധത്തിനോ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ആ മതത്തെ സംഘപരിവാറിനാൽ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ഇവരുടെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ സംഘപരിവാറുകാരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒരു മൗദൂദിയില്ല. പക്ഷേ CPMകാരുണ്ട്. CPMകാർ അവരുടെ കൊലക്കത്തിക്ക് പലപ്പോഴും ഇരയായിട്ടുണ്ട്. അവരൊക്കെ ഈ നാട്ടിൽ RSSനൊപ്പം നിൽക്കുന്നവരാണ്, RSSകാരാണ്. പക്ഷേ യവനെപ്പോലുള്ള നാറികൾ, മതത്തിന് വേണ്ടി തീവ്രവാദം പറഞ്ഞുണ്ടാക്കുന്നവൻ, മത അടിമയായി പ്രവർത്തിക്കുന്നവൻ, മനുഷ്യബോംബുകളായി മാറി മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്നവരെ നോക്കി കുളിരണിയുന്നവൻ, ഇവനൊക്കെയാണ് നാടിനാപത്ത്. ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നാളെ ചിലപ്പോൾ ഞാൻ സംഘിയാകാം. നിന്റെയൊക്കെ സംഘി ചാപ്പ തന്നെയാണ് ഒരു മതേതരന് കിട്ടേണ്ട ഏറ്റവും വലിയ ആദരവെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് മൗദൂദികളെയും അല്ലെങ്കിൽ ഈ രണ്ട് വർഗീയവാദികളെയും ഈ നാട്ടിൽ മതേതരത്വത്തിന് വേണ്ടി ശബ്ദമാകുന്നവരെ വരെ സംഘി ചാപ്പ കുത്തുന്ന ഈ തീവ്രവാദ നിലപാടുള്ളവരെ ഈ നാട് മാറ്റി നിർത്തണം. പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിലുള്ളവർ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ മതത്തെ ഏറ്റവും കൂടുതൽ സംഘികൾക്ക് ഒറ്റുകൊടുക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. മീഡിയ വണ്ണും മാധ്യമവും മൗദൂദികളും ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾക്കിടയിൽ വീഡിയോകളായി പ്രചരിപ്പിച്ചുകൊണ്ട് സംഘപരിവാറുകാർ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ആ മതത്തിലുള്ളവരുടെ സമാധാന ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്.